എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുവിടിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നടപടിക്രമങ്ങൾ യൂണിവേഴ്സിറ്റി ആരംഭിച്ചു. PG അഡ്മിഷനും ഡിഗ്രി അഡ്മിഷനും ഒക്കെ ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ആരംഭിച്ചു. ഇന്നലെ PG, ഇന്ന് ഡിഗ്രി ആരംഭിച്ചു കഴിഞ്ഞു. അഡ്മിഷൻ അപേക്ഷിക്കും മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും A to Z വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. ആദ്യം നമ്മൾ ഡിഗ്രി അഡ്മിഷൻ്റെ കാര്യം തന്നെയാണ് എടുക്കുന്നത്. PG അഡ്മിഷൻ വേണ്ട വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് സ്കിപ്പാക്കി ഒരു കുറച്ച് നേരം മുന്നോട്ടാക്കി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റോളം വീഡിയോ മുന്നോട്ടാക്കി കാണാൻ ശ്രദ്ധിക്കുക. PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾക്ക് വേണ്ടി ആദ്യം ഡിഗ്രി അഡ്മിഷൻ നമുക്ക് നോക്കാം. കാരണം ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ ഒരു നോട്ടിഫിക്കേഷൻ കണ്ണൂർ സർവകലാശാല, കണ്ണൂർ യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടി. നമുക്ക് വായിക്കാം. 4 വർഷ ബിരുദം FAUGP 2025-2026 കണ്ണൂർ സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഗവൺമെൻറ് എയ്ഡഡ്, ഗവൺമെൻറ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെൽഫ് ഫിനാൻസിങ്, അൺഎയ്ഡഡ് 2025-2026 അധ്യയന വർഷത്തെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള ഏകജാലക പ്രവേശന വഴിയുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത പ്രോഗ്രാം പൂർത്തിയാക്കാൻ 3 ഓപ്ഷനുകൾ ലഭ്യമാണ്. അതായത് നിങ്ങൾക്ക് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിന് കയറി കഴിഞ്ഞാൽ 3 ഓപ്ഷനുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 വർഷം കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, 3 ഓപ്ഷനുകൾ കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി പഠനം പൂർത്തിയാക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ 3 വർഷ ബിരുദം 3 ഇയർ UG ഡിഗ്രി പ്രവേശനം നേടി 3-ാം വർഷം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തൻ്റെ മേജർ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 വർഷ ബിരുദം ലഭിക്കുന്നത്. അത് 3 വർഷം കൊണ്ട് 6 സെമസ്റ്റർ കംപ്ലീറ്റായി എഴുതുന്ന വിദ്യാർത്ഥിനികൾക്ക് എന്തു ചെയ്യും, 3 വർഷം കൊണ്ട് തന്നെ തൻ്റെ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉത്തരവാണ് പറയുന്നത്. അടുത്ത ഓപ്ഷനാണ് പ്രവേശനം നേടി 4-ാം വർഷത്തിലേക്ക് 2 ഓപ്ഷനാണത്. 3-ാം വർഷത്തുള്ള ഓപ്ഷൻ കഴിഞ്ഞു. ഇനി പ്രവേശനം നേടി 4-ാം വർഷവും കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് 4 വർഷ ബിരുദം ഹോണേഴ്സ്, 4 ഇയർ UG ഡിഗ്രി ഹോണേഴ്സ് 4 വർഷ ബിരുദം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത ഡിഗ്രി നൽകുന്നതാണ്. അത് 4 വർഷം പൂർത്തിയാക്കുന്നവർക്ക് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി നൽകുന്നതാണെന്നുള്ളത് ഓർത്തിരിക്കുക. ലഭിക്കുന്നതാണ്, പ്രസ്തുത ഡിഗ്രി ലഭിക്കുന്നതാണ്. 4 വർഷ ബിരുദം ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഗവേഷണ മേഖലയിലുള്ള താല്പര്യങ്ങളെ വിദ്യാർത്ഥികൾക്ക് 4 ഇയർ UG ഡിഗ്രി ഹോണേഴ്സ് വിത്ത് റിസർച്ച് തിരഞ്ഞെടുക്കാനാവുന്നതാണ്. വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത ഡിഗ്രി ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ 4 വർഷം വിജയകരമായി അത് 8 സെമസ്റ്റർ 4 വർഷം വിജയകരമായി കംപ്ലീറ്റ് ആക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഭാവിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിനോടൊക്കെ നിങ്ങൾക്ക് റിസർച്ചിനൊക്കെ പോകുമ്പോൾ ഇത് വളരെ ഉപകാരപ്രദമാകുമെന്നാണ് പറയുന്നത്. 2 സെമസ്റ്ററിൻ്റെ അവസാനത്തിൽ 2-ാം സെമസ്റ്ററിൻ്റെ അവസാനത്തിൽ 3-ാം സെമസ്റ്ററിലേക്ക് വിദ്യാർത്ഥികൾക്ക് തൻ്റെ മേജർ പ്രോഗ്രാം മാറ്റുവാൻ അവസരം ലഭിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ മേജർ പ്രോഗ്രാം, ഉദാഹരണം പറയുകയാണെങ്കിൽ BA എക്കണോമിക്സ് എടുത്തൊരു വിദ്യാർത്ഥിക്ക് തൻ്റെ സെക്കൻഡ് ഇയറിൽ, ഒരു വർഷം 2 ഇയറാണ്, അപ്പോൾ 1-ാം വർഷം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എത്തുമ്പോൾ 3rd സെമസ്റ്ററിന് മുൻപ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മേജർ സബ്ജക്റ്റ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ BA എക്കണോമിക്സ് എടുത്തൊരു വിദ്യാർത്ഥിക്ക് BA ഹിസ്റ്ററി, BA പൊളിറ്റിക്സ് എന്നിങ്ങനെ ഏതൊരു വിഷയങ്ങളിലേക്കും പോവാം. അത് നിങ്ങളുടെ വിഷയം സഹിതം നിങ്ങൾ മെയിനായിട്ട് എടുത്ത വിഷയം ഏതാണോ അതുവരെ മാറ്റാൻ അവസരം ലഭിക്കുന്നതാണെന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. 1ഉം 2ഉം സെമസ്റ്ററുകൾ പഠിച്ച ഡിസിപ്ലിൻ സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സ്, മൾട്ടി ഡിസിപ്ലിനറി ഫൗണ്ടേഷൻ കോഴ്സ് അടിസ്ഥാനത്തിലും അതുപോലെ സീറ്റിൻ്റെ ലഭ്യതയ്ക്കും അനുസരിച്ച് തൻ്റെ മേജർ പ്രോഗ്രാം വിദ്യാർത്ഥിക്ക് മാറ്റാവുന്നതാണ്. അതായത് എന്താണ്,
തൻ്റെ മേജർ കോഴ്സും ഡിസിപ്ലിൻ സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി ഫൗണ്ടേഷൻ കോഴ്സ് അത് നിങ്ങൾക്ക് മേജറായിട്ട് എടുക്കും. ഉദാഹരണം പറഞ്ഞാൽ എക്കണോമിക്സ് എടുത്തൊരു വിദ്യാർത്ഥി BA എക്കണോമിക്സ് എടുത്തൊരു വിദ്യാർത്ഥിക്ക് എക്കണോമിക്സ് ആണ് മേജർ കോഴ്സ്. അപ്പോൾ എന്ത് ചെയ്യാം, അതോടൊപ്പം ഒരു MDC കോഴ്സാണ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയും. ഇതിൻ്റെ രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഓരോ കോളേജിലെ ഓരോ കോഴ്സിലെയും സീറ്റിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് പ്രവേശനം മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡയറക്റ്റ് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് അപേക്ഷയ്ക്ക് മുമ്പുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോവാണ്. അപേക്ഷയ്ക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതും വിദ്യാർത്ഥികൾ നിരവധിയായി ചോദിച്ച സംശയങ്ങളുടെ ഉത്തരങ്ങളുമാണ് ഇനി അടുത്തത് പോകാനുള്ളത്. നമുക്ക് നോക്കാം. കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ജനറൽ റിസർവേഷൻ, കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്, സ്പോർട്സ് കോട്ട ഉൾപ്പെടെയുള്ള ഏകജാലക സംവിധാനം വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഉദാഹരണം ഇത് പറഞ്ഞാൽ കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ ഒരു ബിരുദ പഠനം, ഒരു ഡിഗ്രി പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾ ജനറൽ റിസർവേഷൻ, കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്, സ്പോർട്സ് കോട്ട ഇത് എല്ലാത്തിലും കൂടി ഒരു വിദ്യാർത്ഥി അപേക്ഷിക്കണം എന്നല്ല, നിങ്ങൾക്ക് ഏതിലാണോ പറ്റുന്നത് അതിൽ നിങ്ങൾ അപേക്ഷിക്കണം എന്നാണ് അർത്ഥം. അത് കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ ഡിഗ്രി വേണമെങ്കിൽ കണ്ണൂർ സർവകലാശാലയുടെ ഏകജാലക പ്രവേശന സംവിധാനം വഴി സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി SW സിസ്റ്റം വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഏകജാലക സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളൂ. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഈ ഏകജാലക പ്രവേശന സംവിധാനത്തിൽ പങ്കെടുക്കാൻ അവസരമുള്ളൂ എന്നർത്ഥം. OCI കാർഡുള്ളവരും വിദേശ വിദ്യാർത്ഥികളും ഈ ഏകജാലക സംവിധാനം വഴി അപേക്ഷ നൽകാൻ പാടുള്ളതല്ല. OCI കാർഡുള്ളവരും വിദേശ വിദ്യാർത്ഥികളെയും ഈ ഏകജാലക സംവിധാനം വഴി അപേക്ഷ നൽകാൻ പാടുള്ളത്. OCI കാർഡുള്ളവരും അതുപോലെ തന്നെ വിദേശ വിദ്യാർത്ഥികൾക്കും ഈ ഡിഗ്രിയിൽ ഈ അപേക്ഷ നൽകാൻ യോഗ്യരല്ല. OCI കാർഡുള്ളവരും വിദേശത്തെ വിദ്യാർത്ഥികൾക്കും ഈ അപേക്ഷ സമർപ്പിക്കാൻ അർഹതയില്ലെന്നുള്ളത് അർത്ഥം. ഓൺലൈൻ രജിസ്ട്രേഷൻ ആ പേജ് പോയ ഒരു മിനിറ്റ്, വിദ്യാർത്ഥികളെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓൺലൈൻ രജിസ്ട്രേഷൻ 30 മെയ് 2025, അതായത് ഇന്നലെ മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ബട്ട് ഇന്ന് രാവിലെ തൊട്ടാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളൂ. 31 രാവിലെയാണ് ആരംഭിച്ചത്. ഓക്കെ, വാട്ട് എവർ. ഇന്ന് മുതൽ ആരംഭിച്ചു. ജൂൺ 17 വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. ജൂൺ 17 വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥിനികൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി വരെ അപേക്ഷയിലെ തെറ്റുകൾ ഫീ ഇല്ലാതെ തന്നെ തിരുത്താം. നിങ്ങൾക്ക് ജൂൺ 17 അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ജൂൺ 17. അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജൂൺ 17 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാതൊരു തിരുത്തലിനും ഫീസ് അടയ്ക്കാതെ, യാതൊരു പിഴയും ഒന്നും അടയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താം. നിങ്ങളിപ്പോൾ അപേക്ഷ കൊടുത്തു, അപേക്ഷയിൽ തെറ്റുകൾ കടന്നുകൂടി, എന്നാൽ ജൂൺ 17 അപേക്ഷ അവസാനിക്കുന്നവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷയിലെ തെറ്റുകൾ ഫീസ് അടയ്ക്കാതെ തന്നെ തിരുത്താം. ജൂൺ 17 അപേക്ഷ ക്ലോസ് ആകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ പൈസ ഇല്ലാതെ തന്നെ തിരുത്താം. അതിനുശേഷമുള്ള തിരുത്തലുകൾക്ക് ഫീസ് ഈടാക്കും. ഓർത്തിരുന്നോ, ജൂൺ 17 ശേഷം പിന്നീടുള്ള തിരുത്തലുകൾക്ക് എന്ത് ചെയ്യും, ഫീസ് ഈടാക്കും എന്നുള്ളതാണ് ഓർത്തിരിക്കുക. രജിസ്ട്രേഷൻ സംബന്ധമായ വിവരങ്ങൾ admission.kannuruniversity.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്ട്രേഷൻ സംബന്ധമായ എല്ലാ വിവരങ്ങളും രജിസ്ട്രേഷൻ സംബന്ധമായ എല്ലാ വിവരങ്ങളും admission.kannuruniversity.ac.in ലഭ്യമാണ്. കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്, സ്പോർട്സ് എന്നീ കോട്ടകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ആവശ്യമായ രേഖകളും സഹിതം പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്ര മാത്രമാണ്. കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്, സ്പോർട്സ് കോട്ടകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ സമർപ്പിച്ചാൽ മാത്രം പോരാ, അപേക്ഷിച്ച കോളേജിലും കൂടി എന്ത് ചെയ്യണം, പ്രത്യേകമായി അപേക്ഷ സമർപ്പിക്കണം. സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസ് നിരക്ക് സർക്കാർ എയ്ഡഡ് കോളേജുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കാർ എയ്ഡഡ് കോളേജുകളെ അപേക്ഷിച്ച് സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ ഫീസ് കൂടുതലാണ്.
വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. പരമാവധി എന്ത് ചെയ്യാം, 20 ഓപ്ഷൻസ് നിങ്ങൾക്ക് അലോട്ട്മെന്റിനെ കൊടുക്കാം. പരമാവധി 20 ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. കോളേജുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, ദൂരം, ഹോസ്റ്റൽ സൗകര്യം മുതലായവ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇപ്പം നിങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പ് കോളേജുകളുടെ ദൂരം, ഹോസ്റ്റൽ സൗകര്യം, വിദ്യാർത്ഥിനികൾക്ക് ഹോസ്റ്റൽ സൗകര്യം, ദൂര പ്രദേശങ്ങളൊക്കെയാണ് ഹോസ്റ്റൽ സൗകര്യം ഒക്കെ ഉണ്ടോ എന്നുള്ള വിവരം കോളേജുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതൊക്കെ നോക്കണം. അത് പരിശോധിച്ച ശേഷം മാത്രം കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ കോളേജുകൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. എന്താണത് പറയുന്നതിന് കാരണം ബാക്കി ഞാൻ വായിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓപ്ഷനുകൾ കൊടുത്ത കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും പ്രവേശനം നേടേണ്ടതാണ്. നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത കോളേജിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചാൽ നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രവേശനം നേടേണ്ടതാണെന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. അല്ലാത്ത പക്ഷം തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ല. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു, നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ല. പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളും പ്രോഗ്രാമുകളും മാത്രം മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളും കോഴ്സുകളും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അലോട്ട്മെൻറ്റായിട്ട് നൽകാൻ പാടുള്ളൂ മക്കളെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പണി കിട്ടും. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കോളേജിലേക്കോ സർവകലാശാലയിലേക്കോ അയക്കേണ്ടതില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന സംശയമാണ്, നമ്മളെ അപേക്ഷിച്ച കോളേജുകളിലേക്കോ അല്ലെങ്കിൽ സർവകലാശാലയിലേക്കോ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് അയക്കണം എന്നുള്ളത്. അങ്ങനെ അയക്കേണ്ട എന്ന് സർവകലാശാല തന്നെ പറയുന്നുണ്ട്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഫീസ് അടച്ച റെസീറ്റും പ്രവേശന സമയത്ത് അതാത് കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഫീസ് അടച്ച റെസീറ്റുകളും എന്ത് ചെയ്യണം, പ്രവേശന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. ജനറൽ കാറ്റഗറിക്ക് 600 രൂപയും SC/ST PWBD വിഭാഗങ്ങൾക്ക് 300 രൂപയും. ജനറൽ കാറ്റഗറിക്ക് 600 രൂപയും SC/ST PWBD വിഭാഗങ്ങൾക്ക് 300 രൂപയുമാണ് ഫീസ് നിരക്ക്. അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതോടെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളല്ല, ഇപ്പോൾ നിലവിൽ വന്ന സർക്കുലർ. ഇനി അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള വരുന്ന കൂടുതൽ വിവരങ്ങൾ, മറ്റ് ഡീറ്റെയിൽസുകൾ, കാര്യങ്ങൾ, ബാക്കിയുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട്, ഡിഗ്രി അഡ്മിഷൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്തു. അടുത്ത PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. PG സ്റ്റുഡൻസ്, കം ഓൺ ഹിയർ. ഓക്കെ, PG അഡ്മിഷൻ 2025 പ്രവേശന വിജ്ഞാപനം. കണ്ണൂർ സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഗവൺമെൻറ് എയ്ഡഡ് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൽഫ് ഫിനാൻസിംഗ് 2025-2026 അധ്യയന വർഷത്തെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. നിങ്ങൾക്ക് PG അഡ്മിഷൻ, കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ PG അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷ 30 മെയ് 2025 മുതൽ 30 മെയ് 2025 ഇന്നലെ മുതൽ ജൂൺ 10 2025 വരെ, ജൂൺ 10 2025, അതായത് ജൂൺ 10 വൈകിട്ട് 5 മണി വരെ, ജൂൺ 10 വൈകിട്ട് 5 മണി വരെ എന്ത് ചെയ്യാം, ജൂൺ 10 വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നതാണ്. ജൂൺ 10 വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ admission.kannuruniversity.ac.in ലഭ്യമാണ്. admission.kannuruniversity.ac.in എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ 600 രൂപയാണ് ജനറൽ കാറ്റഗറിക്കുള്ള ഫീസ്. SC/ST PWBD വിഭാഗങ്ങൾക്ക് എത്രയാണ്, 300 രൂപയും. SC/ST PWBD വിദ്യാർത്ഥികൾക്ക് 300 രൂപയുമാണ് ഫീസ് നിരക്ക്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അലോട്ട്മെൻറ്റ് തീയതി, കോളേജുകളിൽ പ്രവേശനം നേടേണ്ട തീയതി തുടങ്ങിയവ അതാത് സമയങ്ങളിൽ സർവകലാശാല വെബ്സൈറ്റുകളിലൂടെയും പത്രക്കുറിപ്പുകളിലൂടെയും അറിയിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് സർവകലാശാല വെബ്സൈറ്റുകളിലൂടെയും പത്രക്കുറിപ്പുകളിലൂടെയും അറിയിക്കും. അപ്പോൾ നമ്മളത് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എത്തിക്കുന്നതാണ്. എന്ന് വെച്ച് നമ്മുടെ വീഡിയോ ക്ലോസ് ആക്കാനായില്ല. നമുക്കിനി കുറച്ചും കൂടെ കാര്യങ്ങൾ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലെ കുറച്ചും കൂടെ ഉള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നമുക്ക് പറയാനുണ്ട്. ഇതിൽ ആ പറഞ്ഞതിൻ്റെ ബാക്കി തൊട്ട് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ.
ആ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ്, സ്പോർട്സ് എന്നീ കോട്ടകളിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും ആവശ്യമായ രേഖകളും സഹിതം പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റി മാനേജ്മെന്റ്, സ്പോർട്സ് കോട്ടകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും മറ്റു കാര്യങ്ങളും കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ അയച്ചാൽ മാത്രം പോരാ. നിങ്ങൾ ഏതൊക്കെ കോളേജിലാണോ കൊടുത്തത് അവിടെയും നിങ്ങൾ പ്രത്യേക അപേക്ഷ സമർപ്പിക്കണം. സെൽഫ് ഫിനാൻസിങ് ഗവൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവിടങ്ങളിലെ ഫീസ് നിരക്ക് സർക്കാർ എയ്ഡഡ് കോളേജുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. അതായത് സെൽഫ് ഫിനാൻസ് കോളേജുകളും ഗവൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെയും ഫീസ് സർക്കാർ എയ്ഡഡ് കോളേജിൽ അപേക്ഷിച്ച് കൂടുതലാണ്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. സെൽഫ് ഫിനാൻസ് കോളേജും അതുപോലെ തന്നെ ഗവൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടങ്ങളിലെ ഫീസ് സർക്കാർ എയ്ഡഡ് കോളേജിൽ അപേക്ഷിച്ച് കൂടുതലാണ്. വെയിറ്റേജ് സംവരണാനുകൂല്യം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത വിവരങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് വെയിറ്റേജ്, സംവരണാനുകൂല്യം, എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനത്തെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രസ്തുത വിവരങ്ങൾ അപേക്ഷയിൽ തന്നെ സമർപ്പിക്കണം. അല്ലാത്ത പക്ഷം അഡ്മിഷൻ സമയത്ത് പ്രസ്തുത രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ മേൽ പറഞ്ഞ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷയുടെ സമയത്ത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പം EWS, NCC, എന്തെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ. പ്രവേശന സമയത്ത് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഹാജരാക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. വിദ്യാർത്ഥികൾക്ക് കോളേജുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, ദൂരം, ഹോസ്റ്റൽ സൗകര്യം മുതലായവ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കോളേജിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ ദൂരത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ദൂരം, ഹോസ്റ്റൽ സൗകര്യം മുതലായവകളുടെ എല്ലാം ഡീറ്റെയിൽസ് കോളേജ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് പരിശോധിച്ച ശേഷം മാത്രം കോളേജുകൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് വരാൻ പറ്റുമോ, നിങ്ങൾക്ക് വരാൻ പറ്റുന്ന കോളേജാണോ എന്നുള്ളത് പരിശോധിച്ച ശേഷം മാത്രം കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഓപ്ഷൻ കൊടുത്ത കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും പ്രവേശനം നേടണം. നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത കോളേജിൽ പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കില്ല. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യില്ല, തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ഇപ്പം നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു, നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തില്ല, അങ്ങനെയെങ്കിൽ നിങ്ങളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നില്ല. പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളും കോഴ്സുകളും മാത്രം മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജും കോഴ്സും മാത്രമേ നൽകാൻ പാടുള്ളൂ. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കോളേജിലേക്കോ സർവകലാശാലയിലേക്കോ അയക്കേണ്ടതില്ല. നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കോളേജിലേക്കോ സർവകലാശാലയിലേക്കോ അയക്കേണ്ടതില്ല. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഫീസ് അടച്ചതിൻ്റെ റെസീറ്റും പ്രവേശന സമയത്ത് അതാത് കോളേജുകളിൽ ഹാജരാക്കണം. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഫീസ് അടച്ച റെസീറ്റും പ്രവേശന സമയത്ത് അതാത് കോളേജുകളിൽ ഹാജരാക്കണം. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫീസ് ജനറൽ കാറ്റഗറിക്ക് 600 രൂപ, SC/ST മറ്റ് സംവരണ SC/ST ആൻഡ് PWBD വിദ്യാർത്ഥികൾക്ക് 300 രൂപയുമാണ് ഫീസ്. SBI ഇ-പേ വഴി മാത്രമേ പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കുള്ളൂ. അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾക്ക് admission.kannur.ac.in ലഭ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോടുള്ള വേഗം തന്നെ വീഡിയോ അവസാനിക്കാം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ വെബ്സൈറ്റിൽ ലഭ്യമാകും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നത്. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ പ്രവേശനം നേടേണ്ടത്. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ കോളേജിൽ പ്രവേശനം നേടേണ്ടതുള്ളൂ. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ പ്രവേശനം നേടിയാൽ മതി. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷവും ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ സർവകലാശാല ഫീസ് മാത്രം അടച്ച് സർട്ടിഫിക്കറ്റുകൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ സമർപ്പിച്ച് താൽക്കാലിക പ്രവേശനം നേടണം. അതായത് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷവും ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ സർവകലാശാല ഫീസ് മാത്രം അടച്ചിട്ട് എന്ത് ചെയ്യണം, കോളേജിൽ താൽക്കാലിക പ്രവേശനം നേടണം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റിൽ സംതൃപ്തരാണെങ്കിൽ ഓരോ അലോട്ട്മെൻറ്റിന് ശേഷവും ഹയർ ഓപ്ഷൻ റദ്ദാക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനുകളിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് എന്ത് ചെയ്യാം, റദ്ദാക്കാവുന്നതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം അടുത്ത അലോട്ട്മെൻറ്റിൽ അവ പരിഗണിക്കുന്നതും
അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം നിർബന്ധമായും അവ സ്വീകരിക്കേണ്ടതുമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സ്റ്റാറ്റിഫൈഡ് ആയിരുന്നു, ബട്ട് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി. അങ്ങനെയെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാത്ത പക്ഷം ഹയർ ഓപ്ഷൻസ് പരിഗണിക്കും. ഹയർ ഓപ്ഷൻസിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിർബന്ധമായും പ്രവേശനം നേടേണ്ടതാണ്. എവിടെയായിരുന്നു വായിച്ചു തീർത്തത്? ഒരു മിനിറ്റ്. ഹയർ ഓപ്ഷൻസ് ലഭിക്കുന്ന പക്ഷം നിർബന്ധമായി സ്വീകരിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിശ്ചിത തീയതിക്കുള്ളിൽ സർവകലാശാല ഫീസ് നിർബന്ധമായും അടയ്ക്കണം. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിശ്ചിത തീയതിക്കകം എന്ത് ചെയ്യണം? സർവകലാശാല ഫീസ് അടയ്ക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താകുന്നതാണ്. നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിശ്ചിത ദിവസത്തിനകം തന്നെ സർവകലാശാല ഫീസ് അടയ്ക്കണം. അത് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഗവൺമെൻറ്റിൽ കിട്ടിയാലും എയ്ഡഡ് കിട്ടിയാലും സെൽഫ് ഫിനാൻസ് കോളേജിലായാലും അടയ്ക്കണം. അല്ലാത്ത പക്ഷം അലോട്ട്മെൻറ്റ് നടപടിയിൽ നിന്ന് പുറത്താവുന്നതാണ്. അലോട്ട്മെൻറ്റ് തീയതി, കോളേജിൽ പ്രവേശനം എടുക്കേണ്ട തീയതി തുടങ്ങിയവ അതാത് സമയങ്ങളിൽ വെബ്സൈറ്റുകളിലൂടെയും സർവകലാശാല പത്രക്കുറിപ്പുകളിലൂടെയും അറിയിക്കും. സർവകലാശാല പത്രക്കുറിപ്പുകളിലൂടെയും വെബ്സൈറ്റുകളിലൂടെ അറിയിക്കുമ്പോൾ ആ വിവരം നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചോളാം. അന്വേഷണങ്ങൾക്ക് ഫോൺ, ഇമെയിൽ മുഖാന്തരം മാത്രം ബന്ധപ്പെടുക. നിങ്ങളുടെ സംശയങ്ങൾക്കും മറ്റ് എൻക്വയറികൾക്കും ഫോണും ഇമെയിലും മുഖാന്തരം മാത്രം ബന്ധപ്പെടുക. തീർച്ചയായും നിങ്ങൾക്ക് A to Z വിവരങ്ങൾ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഏതാണ് ഞാൻ ഓർത്തിരിക്കുമ്പോൾ 14 മിനിറ്റ് തൊട്ടാണ് PGയുടെ അഡ്മിഷൻ തുടങ്ങുന്നത്. ഡിഗ്രി അഡ്മിഷൻ ആദ്യത്തെ 14 മിനിറ്റ് ഡിഗ്രി അഡ്മിഷനും ശേഷമുള്ള ഭാഗങ്ങൾ PG അഡ്മിഷനുമാണ് പറയുന്നത്. അപ്പോൾ അഡ്മിഷൻ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.